നമസ്തേ. കായിക ഭാരതത്തിലേക്ക് സ്വാഗതം. കായിക മേഖലയിൽ ഭാരതം വലിയ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. ലോകകപ്പിൽ കിരീടം ചൂടിയതും ഒപ്പം പാരീസിൽ 5 വെങ്കലവും 1 വെള്ളിയും അടക്കം 6 മെഡലുകൾ ഭാരതം സ്വന്തമാക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ കായിക മേഖലയ്ക്ക് നൽകുന്ന പിന്തുണ വിലമതിക്കാനാകാത്തതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീം ഫൈനലിൽ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ഡ്രസ്സിംഗ് റൂമിലെത്തി ടീമിനെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം 2020 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീം നാട്ടിലെത്തി ആദ്യം കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ്. പാരീസിലേക്ക് ഇന്ത്യൻ താരങ്ങൾ പോകുന്നതിന് മുൻപ് സംഘത്തിലെ മുഴുവൻ കായിക താരങ്ങളെയും പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് വിജയാശംസകൾ നേർന്നിരുന്നു. മെഡൽ നേടിയ താരങ്ങളെയും മികച്ച പ്രകടനം നടത്തിയവരെയും പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുന്നതും നമ്മൾ കണ്ടു. ടി20 ലോകകപ്പ് വിജയമാണ് കായിക മേഖലയിലെ ഏറ്റവും വലിയ നേട്ടം. അവസാന പന്തുവരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്താണ് ഇന്ത്യ കിരീടം ചൂടിയത്. രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ബുംറയുടെയും പ്രകടനങ്ങൾ ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി. ഇന്ത്യൻ ടീമിന്റെ നാട്ടിലേക്കുള്ള വരവ് രാജകീയമായിരുന്നു. മുംബൈയിൽ BCCIയും ആരാധകരും ചേർന്നൊരുക്കിയ സ്വീകരണം ഇന്ത്യൻ കായിക ചരിത്രത്തിൽ പുതിയ അധ്യായം രചിക്കുന്നതായിരുന്നു. മുംബൈ മറൈൻ ഡ്രൈവിലെ റോഡുകൾ മനുഷ്യസാഗരമായി മാറി. അതിന് നടുവിലൂടെ ഇന്ത്യൻ താരങ്ങളുമായി ഓപ്പൺ ബസ് ഒഴുകി നീങ്ങി. ഭാരതത്തിൽ ക്രിക്കറ്റിന്റെ ഭാവി അവസാനിച്ചു എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിരുന്നു അത്. ടി20 വിശ്വകിരീടത്തിൽ മുത്തമിട്ട ഇന്ത്യൻ ടീമിന് ഇതിലും മികച്ചൊരു വരവേൽപ്പ് നൽകാനാവില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു മറൈൻ ഡ്രൈവിൽ നിന്നും ആരംഭിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ സമാപിച്ച വിക്ടറി പരേഡ്. എല്ലാവരും ഉറ്റുനോക്കിയത് ഇന്ത്യയുടെ രാജകീയമായിട്ടുള്ള തിരിച്ചുവരവ്. ആ ലോകകപ്പുമായി വിരാട് കോഹ്ലിയും KL രാഹുലും അടങ്ങുന്ന, അല്ലെങ്കിൽ ദ്രാവിഡ് പരിശീലകനായിട്ടുള്ള ആ ടീം ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയ സ്വീകരണം, അത് ഒരിക്കലും നമുക്ക് ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളൊരു സ്വീകരണമായിട്ട് തന്നെ പറയണം. ആ മുംബൈയെ നിശ്ചലമാക്കിക്കൊണ്ട് വാങ്കഡെ സ്റ്റേഡിയത്തിലോട്ട് നടന്ന ആ ഒരു സ്വീകരണ ചടങ്ങ് എല്ലാവരുടെയും കൺമുന്നിൽ ഇപ്പോഴും അത് മറയാതെ നിൽക്കുന്നു. റോഡ് ഷോയ്ക്ക് സമാനമായ സാഹചര്യമായിരുന്നു വാങ്കഡെ സ്റ്റേഡിയത്തിൽ. അവിടം ആരാധകരെ കൊണ്ട് വീർപ്പുമുട്ടി. സ്റ്റേഡിയത്തിൽ പ്രവേശനം സൗജന്യമാക്കിയതോടെ സംഘാടകരുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ടീം ഇന്ത്യയുടെ വിജയം ആഘോഷിക്കാൻ ആരാധകരെത്തി. लग रहा था वो है ही नहीं, ऐसे कोई और ही ऐसा लग रहा था, मतलब रियल फील नहीं हो रहा था. मैसेज तो देखो, इंडिया लव्स यू. इतने लोग हैं, मतलब जगह नहीं है मुंबई इतनी बड़ी हो के भी, तो और क्या बोलना है. खेलते रहो. बहुत एक्साइटमेंट इतना दिख रहा है कि हम इधर खड़े हैं सब. बहुत अच्छा लगा. इंडिया ऐसे ही जीतनी चाहिए. 2027 वर्ल्ड कप रोहित शर्मा ने लेना ही चाहिए. क्लास से बंक मार के यहाँ पे मैं देखने आया है प्लेयर्स को. इतना एक्साइटमेंट है बच्चे. हिंदुस्तान जिंदाबाद.
आज हमने टीम इंडिया को मतलब कितने करीब से देखा है कि ऐसा लगता है कि एक सपना पूरा हो गया, जो इतने साल का हमारा सपना था कि हम ऐसे रोहित के हाथ में एक ट्रॉफी देखना चाहते कि रोहित और कोहली दोनों डिजर्व करते थे। आज हमने आंखों से इतना सामने से देखा कि वो देख के हम इतना इमोशनल हो गए थे, हम बता नहीं सकते। आप देख रहे कि आवाज भी इतना बैठ गया है, यहाँ का माहौल और ये सब ये पूरा एक शब्द में हम बयान नहीं कर सकते, इतना जबरदस्त माहौल था। ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ചേർത്തുപിടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഏത് കായിക പ്രേമിക്കാണ് മറക്കാനാവുക? തോൽവി വഴങ്ങുമ്പോൾ ആത്മവിശ്വാസം പകരുകയും ജയിക്കുമ്പോൾ ഒപ്പം നിന്ന് അത് ആഘോഷിക്കുകയും ചെയ്യുന്ന മറ്റൊരു പ്രധാനമന്ത്രി ഭാരത ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. കളിക്കളത്തിൽ ലോകകപ്പാണ് ഇന്ത്യ ജയിച്ചതെങ്കിലും കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങൾ കൂടി വിജയിക്കാൻ ടീമിന് സാധിച്ചു. ഒരു കളി പോലും തോൽക്കാതെ ലോകകപ്പ് സ്വന്തമാക്കിയത് ചെറിയ നേട്ടമല്ല. ക്രിക്കറ്റ് ലോകത്തിലെ എല്ലാ പ്രഗത്ഭരെയും നേരിട്ടാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അഭിമാനമുണ്ട്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളായിരുന്നു. ഇന്ത്യൻ ടീം വിശ്വകിരീടത്തിൽ മുത്തമിട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. इस भव्य विजय के लिए सभी देशवासियों की तरफ से बहुत बहुत बधाई। आज 140 करोड़ देशवासी आपके इस शानदार प्रदर्शन के लिए गर्व अनुभव कर रहे हैं। खेल के मैदान में आपने वर्ल्ड कप जीता, लेकिन हिंदुस्तान के हर गांव, गली, मोहल्ले में आपने कोटि कोटि देशवासियों का दिल जीत लिया। और ये टूर्नामेंट एक विशेष कारण से भी याद रखी जाएगी। इतने सारे देश, इतनी सारी टीमें और एक भी मैच हारना नहीं, ये छोटी उपलब्धि नहीं है। आपने क्रिकेट जगत के हर महारथी, उनके हर बॉल को खेला और आपने शानदार विजय प्राप्त करते रहे। एक के बाद एक विजय की इस परंपरा ने आपके हौसले को तो बुलंद कर दिया, लेकिन इस पूरी टूर्नामेंट को भी रसप्रद बना दिया, रोचक बना दिया। आपने शानदार विजय प्राप्त की है। मेरी तरफ से मैं आपको बहुत बहुत बधाई देता हूं, बहुत बहुत शुभकामनाएं। ഈ പറഞ്ഞത് കേവലം ടീം വിജയിക്കുമ്പോൾ പറയുന്ന ഭംഗിവാക്കുകളല്ല എന്ന് പലതവണ തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ജനസേവകനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടീം വിജയിക്കുമ്പോൾ മാത്രമല്ല, ടീമിന് പ്രതിസന്ധിയുണ്ടാകുന്ന അവസരത്തിലും ഒപ്പം നിന്നു പ്രധാനമന്ത്രി. ഇന്ത്യ ഒരു ലോകകപ്പ് നഷ്ടപ്പെടുത്തി. അത് ഓസ്ട്രേലിയക്കെതിരെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏകദിന മത്സരത്തിൽ ഫൈനൽസിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ പരാജയപ്പെടുകയുണ്ടായി. എന്തായാലും അതിനുശേഷം ഉജ്ജ്വലമായിട്ടുള്ള ഇന്ത്യയുടെ വിജയം, ആ വിജയവും കായിക ലോകത്ത് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന BCCIക്കും അതുകൂടാതെ PCCIക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഗവൺമെൻറ് നൽകുന്ന പിന്തുണ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലായാലും ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇന്ന് ക്രിക്കറ്റിൽ ഇന്ത്യയിൽ ഉള്ളതും ഇന്ത്യ യുവതാരങ്ങൾ മുന്നോട്ട് വരുന്നതും. 2022 ഏകദിന ലോകകപ്പിൽ പരാജയപ്പെട്ട ടീമിലെ അംഗങ്ങളെ ഡ്രസ്സിംഗ് റൂമിലെത്തി ആശ്വസിപ്പിച്ച അദ്ദേഹം അടുത്ത വിജയത്തിന് ടീമിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്തു.
ലോകകപ്പ് വിജയത്തിനു ശേഷം നാട്ടിലെത്തിയ ഇന്ത്യൻ ടീം ആദ്യം പോയത് പ്രധാനമന്ത്രിയെ കാണുന്നതിനു വേണ്ടിയായിരുന്നു. ഓരോ താരങ്ങളോടും പ്രധാനമന്ത്രി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വളർച്ചയും ഇന്ത്യൻ ബോർഡായിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡായിട്ടുള്ള BCCIയുടെ, അതും ജയേഷ നയിക്കുന്ന ആ BCCIയുടെ പൂർണ്ണ പിന്തുണയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും, അത് എല്ലാം വെച്ച് നോക്കുമ്പോൾ ക്രിക്കറ്റ് ഇന്ത്യയുടെ ലോക ക്രിക്കറ്റിൽ ഇന്ത്യ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ശ്രദ്ധേയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 5 വെങ്കലവും 1 വെള്ളിയുമടക്കം 6 മെഡലുകൾ നേടി. 6 വിഭാഗങ്ങളിൽ ഇന്ത്യക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ മെഡൽ നഷ്ടമായി 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നു. കായിക ലോകത്ത് ആവേശത്തിന്റെ ഉത്സവ കാഴ്ചകൾ തീർത്ത പാരീസ് ഒളിമ്പിക്സിന് കൊടിയിറങ്ങിയപ്പോൾ 6 മെഡലുകളുമായാണ് ഇന്ത്യൻ സഖ്യം പാരീസിൽ നിന്നും മടങ്ങിയത്. 1 വെള്ളിയും 5 വെങ്കലവും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ നേട്ടം. നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ വെള്ളി നേടിയതാണ് ഏക വെള്ളി മെഡൽ നേട്ടം. 3 വെങ്കല മെഡലുകൾ ഷൂട്ടിംഗിൽ നിന്ന് നേടിയപ്പോൾ ഗുസ്തിയിൽ നിന്നും ഹോക്കിയിൽ നിന്നും ഓരോ വെങ്കലം നേടാനായി. മനു ഭാക്കറാണ് പാരീസിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയത്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഭാക്കർ വെങ്കലം സ്വന്തമാക്കി. പിന്നാലെ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഇനത്തിൽ മനു ഭാക്കർ സരബ്ജോത് സിംഗ് സഖ്യം വെങ്കലം നേടി. ഷൂട്ടിംഗിൽ 3ാമത്തെ മെഡൽ നേടിയത് സ്വപ്നിൽ കുശാലയാണ്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിളിലാണ് താരത്തിന്റെ വെങ്കല മെഡൽ നേട്ടം. ഹോക്കിയിലും ഇന്ത്യൻ ചുണക്കുട്ടികൾ വെങ്കലം സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഗുസ്തിയിൽ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ അമൻ ഷറാവത്തും വെങ്കലം നേടിയതോടെ പാരീസിൽ ഇന്ത്യയുടെ വെങ്കല നേട്ടം 5 ആയി. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലാണ് പാരീസിൽ നേടാനായത്. 2ാം ശ്രമത്തിൽ സീസണിലെ മികച്ച ദൂരം താണ്ടിയാണ് താരം തുടരെ 2ാം ഒളിമ്പിക്സിലും മെഡൽ നേടിയത്. ജാവലിൻ ത്രോ എന്ന കായിക ഇനത്തെ ഭാരതീയർക്കിടയിൽ ജനപ്രിയമാക്കിയ വ്യക്തിയാണ് നീരജ് ചോപ്ര. 2021 ഓഗസ്റ്റ് 7 ടോക്കിയോയിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ അത്ഭുത നേട്ടം താരം സ്വന്തമാക്കിയതോടെ ജാവലിൻ എന്ന പേര് ഇന്ത്യക്കാർക്കിടയിൽ സുപരിചിതമായി. ഒളിമ്പിക്സിലെ ജാവലിൻ ത്രോ ഫൈനലിൽ 2ാം ഊഴത്തിലെ 87.58 മീറ്റർ പ്രകടനത്തോടെയാണ് ഹരിയാന പാനിപ്പത്ത് സ്വദേശിയായ നീരജ് അത്ലറ്റിക്സിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക് സ്വർണം സ്വന്തമാക്കിയത്. നീരജ് സ്വന്തമാക്കിയ വിസ്മയ നേട്ടത്തിന്റെ ഓർമ്മ പുതുക്കി എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായി ആഘോഷിക്കുകയാണ് ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ. ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം തുടരെ ദേശീയ റെക്കോർഡുകൾ തകർത്ത വിവിധ ടൂർണമെന്റുകളിൽ നീരജ് മെഡൽ വാരി. ഒളിമ്പിക്സിന് പുറമെ 2022 ഏഷ്യൻ ഗെയിംസിലും ഡയമണ്ട് ലീഗിലും 2023 ലോക ചാമ്പ്യൻഷിപ്പിലും നീരജ് സ്വർണ്ണ മെഡൽ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. ജാവലിൻ ത്രോയിൽ നീരജ് പുലർത്തിയ മികവിന് പത്മശ്രീ, അർജുന അവാർഡ്, ഖേൽ രത്ന തുടങ്ങിയ പുരസ്കാരങ്ങൾ നൽകി രാജ്യം താരത്തെ ആദരിച്ചു. ഏറ്റവും ഒടുവിൽ പാരീസിൽ വെള്ളി മെഡൽ നേട്ടമാണ് നീരജ് സ്വന്തമാക്കിയത്. 89.45 മീറ്റർ എന്ന സീസണിലെ ഏറ്റവും മികച്ച പ്രകടനത്തോടെയായിരുന്നു താരത്തിന്റെ വെള്ളി മെഡൽ നേട്ടം. യോഗ്യതാ പോരാട്ടത്തിൽ 89.34 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് മറ്റൊരു ഒളിമ്പിക്സ് ഫൈനലിലേക്ക് എത്തിയത്. हेलो, नमस्ते सर।
धन्यवाद सर। अपने देश का नाम फिर एक बार रोशन कर दिया जी। और पूरा देश, मैं देख रहा था रात को 1 बजे भी करोड़ों लोग आपकी तरफ आशा की नजर से देख रहे थे। बस सर वही है कि जो सबकी उम्मीद थी गोल्ड के लिए, वो कहीं ना कहीं एफर्ट भी लगाया, लेकिन जैसा हमारी बात हुई थी कि छोटी वो इंजरी वगैरह की वजह से वो पुश जो करना चाहता हूँ वो नहीं कर पाया, उसका थोड़ा सा हो रहा। क्या किया जाए भाई? वही डिसीजन लेंगे सर टीम के साथ, लेकिन कंपटीशन जो था वो काफी तगड़ा था और ऐसी सिचुएशन में भी थ्रो करना और मेडल लेके आना कंट्री के लिए, उसकी खुशी है जी। चलिए, मेरी तरफ से आपको बहुत बधाई और आपके माता पिता को भी मेरा प्रणाम। थैंक यू सो मच सर। और मेरी बहुत शुभकामनाएं। और आप मुझे जब भी मिलोगे जी सर, हमें इंजरी की डिटेल चर्चा करेंगे। ठीक है सर। ये हाँ जी, कि इसका क्या उपाय हो सकता है और हम क्या कर सकते हैं। ठीक है, थैंक यू सर। जी, थैंक यू सो मच। चलिए, बहुत बहुत शुभकामनाएं भैया। थैंक यू सर, टेक केयर। अच्छा, नमस्ते सर। ഗോൾ പോസ്റ്റിലെ കാവൽക്കാരന് വീരോചിത യാത്രയയപ്പ് നൽകി ടീം ഇന്ത്യ. തുടർച്ചയായ 2ാം ഒളിമ്പിക്സിലും ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് മെഡൽ. വെങ്കല മെഡൽ പോരാട്ടത്തിൽ 2-1 ഇന്ത്യൻ വിജയം. ഒളിമ്പിക്സ് ഹോക്കിയിലെ ഇന്ത്യയുടെ 13ാം മെഡലാണ് ഇത്. തങ്കത്തിളക്കമുള്ള വെങ്കലവുമായി വീണ്ടും ഇന്ത്യൻ ചുണക്കുട്ടികൾ. അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞുനിന്ന മത്സരത്തിൽ സ്പെയിനിനെ തോൽപ്പിച്ച ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ വെങ്കലം നേടി. ഇന്ത്യൻ ഹോക്കിയുടെ കാവലാളായി പതിറ്റാണ്ടുകൾ പിന്നിട്ട ശ്രീജേഷിന് ഉജ്ജ്വല വിടവാങ്ങൽ മത്സരം സമ്മാനിക്കാനും ടീം ഇന്ത്യക്കായി. ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് മുന്നിൽ നിന്ന് നയിച്ച് ഇന്ത്യയെ വെങ്കലത്തിലെത്തിച്ചു. 10 ഗോളുകളാണ് താരം പാരീസിൽ അടിച്ചുകൂട്ടിയത്. ശ്രീജേഷിന്റെ നിർണായക സേവുകളും ഇന്ത്യൻ വിജയത്തിന് മാറ്റുകൂട്ടി. വെങ്കലവുമായി ടീം ഇന്ത്യയുടെ ജന്മനാട്ടിലേക്കുള്ള വരവ് രാജകീയമായിരുന്നു. വളരെ സന്തോഷമുള്ളൂ. രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു മെഡലായിട്ട് തിരിച്ചു വരുമ്പോൾ ഇതുപോലുള്ള സ്വീകരണങ്ങളാണ് എന്താ പറയുന്നത് ഏതൊരു പ്ലെയറിന്റെയും മനസ്സിൽ നിറയ്ക്കുന്നത്. എനിക്ക് തോന്നിയിരുന്നില്ല അതൊരു എന്താ പറയുന്നത് അതൊരു കേക്കിന്റെ പുറത്തുള്ള ചെറി മാത്രമല്ല. It's end of a journey, but आपको हमेशा पता है कि एक बंदा निकलने के बाद आपके जैसे 1000 बंदा आएगा आपके जूते पे. So definitely मेरे लिए खुशी की बात है कि मेरी टीम मेरे लिए खेला, एक मेडल दिला के वापस मैं जा रहा हूँ. ശ്രീജേഷ് ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്നത് സ്വർണ്ണ നേട്ടത്തോടെയാകണമെന്ന പ്രാർത്ഥനയിലായിരുന്നു എല്ലാവരും. എന്നാൽ സ്വർണത്തോളം പോന്ന വെങ്കലവുമായാണ് ശ്രീജേഷ് പടിയിറങ്ങുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഗുസ്തിയിൽ ചരിത്ര നേട്ടമാണ് ഇന്ത്യയുടെ അമാൻ സെഹ്റാവത്ത് സ്വന്തമാക്കിയത്. വെങ്കല മെഡൽ സ്വന്തമാക്കിയതോടെ പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടുന്ന ആദ്യത്തെ താരമായി അമാൻ മാറി. ദുർഘടങ്ങൾ നിറഞ്ഞ വഴികൾ താണ്ടിയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവെന്ന നേട്ടത്തിലേക്ക് അമൻ സെഹ്റാവത്ത് നടന്നു കയറിയത്. 2003 ജൂലൈ 13 ഹരിയാനയിൽ ജാജർ ജില്ലയിൽ ബിഹോർ ഗ്രാമത്തിലായിരുന്നു അമന്റെ ജനനം. എന്നാൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടായിരുന്നു അമന്റെ ജീവിതം. 10ാം വയസ്സിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അമനെ മുത്തശ്ശനാണ് വളർത്തിയത്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ സുശീൽ കുമാർ വെങ്കല മെഡൽ നേടിയതോടെയാണ് അമൻ സെഹ്റാവത്ത് ഗുസ്തിയെ ഗൗരവമായി കാണാൻ തുടങ്ങിയത്. തുടർന്ന് ഡൽഹിയിലെ ചഹത്രശാൽ സ്റ്റേഡിയത്തിൽ പരിശീലനം തുടങ്ങിയതോടെ അമന്റെ ഗൗരവമുള്ള ഗുസ്തി പഠനം ആരംഭിച്ചു. ഗുസ്തിയാണ് തന്റെ മാർഗമെന്ന് തിരിച്ചറിഞ്ഞതു മുതൽ അതിൽ വിജയത്തിലെത്താൻ കഠിനമായ പരിശ്രമം നടത്തി. 2022 19ാം വയസ്സിൽ അണ്ടർ 23 ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി അമൻ തന്റെ വരവറിയിച്ചു. ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിൽ ഒരാളായിരുന്നു അമൻ. 2023 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഏഷ്യൻ ചാമ്പ്യനായി
തൊട്ടുപിന്നാലെ നടന്ന ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. ഒളിമ്പിക്സിൽ അരങ്ങേറ്റത്തിൽ തന്നെ മെഡൽ സ്വന്തമാക്കാൻ കഴിഞ്ഞു. തുടർച്ചയായ 5ാം ഒളിമ്പിക്സിലും അമനിലൂടെ ഗുസ്തിയിൽ ഇന്ത്യക്ക് മെഡൽ നേടാനായി എന്ന പ്രത്യേകതയുമുണ്ട്. ഒളിമ്പിക്സിലെ പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലും മിന്നും വിജയമാണ് അമൻ നേടിയത്. ഉത്തര മാസിഡോണിയയുടെ വ്ളാഡിമിർ എഗോറോവിനെ 10-0 അൽബേനിയയുടെ സലീം ഖാൻ അബകറോവിനെ 12-0 തോൽപ്പിച്ചു. എന്നാൽ സെമിയിൽ ലോക 1-ാം നമ്പർ താരവും ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ റെയ് ഹിഗുച്ചിയോട് തോൽവി വഴങ്ങി. പോർട്ടോറിക്കോയുടെ ഡാരിയൻ ക്രൂസിനെ 13-5 വീഴ്ത്തിയാണ് വെങ്കലം കരസ്ഥമാക്കിയത്. अमन नमस्ते। नमस्ते सर जी। अमन, आपको बहुत बहुत बधाई और आपके उज्जवल भविष्य के लिए भी अनेक अनेक शुभकामनाएं। धन्यवाद सर जी, बहुत खुशी हुई जी। आपने अपने नाम के अनुसार सारे देश का मन भर दिया है। हाँ जी, मेरी देशवासियों का आशीर्वाद था जी और आपकी मेहनत थी जी, जो इतने एक सुविधा दी जी टॉप्स ने और साई ने जी, आपने भी तो सबकी मेहनत था जी। ചെറുപ്രായത്തിൽ ഭാരതത്തിനു വേണ്ടി ഒളിമ്പിക് മെഡൽ സ്വന്തമാക്കിയ അമൻ കൂടുതൽ നേട്ടങ്ങൾ രാജ്യത്തേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ്. ചരിത്രം രചിച്ച് മനു ഭാക്കർ. ഒരേ ഒളിമ്പിക്സിൽ തന്നെ 2ാം മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് മനു തന്റെ പേരിൽ എഴുതി ചേർത്തു. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിലും 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിലുമാണ് മനു ഭാക്കർ വെങ്കലം നേടിയത്. മിക്സഡ് ടീം ഇനത്തിൽ മനു ഭാക്കർ സർബ്ജോത് സിംഗ് സഖ്യമാണ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ വേട്ടയ്ക്ക് തുടക്കമിട്ടത് മനു ഭാക്കർ ആയിരുന്നു. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കർ വെങ്കലം നേടി. ആദ്യമായിട്ടാണ് ഷൂട്ടിംഗിൽ ഒരു ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് മെഡൽ നേടുന്നത്. ഷൂട്ടിംഗിൽ 12 വർഷത്തെ മെഡൽ വരൾച്ചയ്ക്കും ഭാക്കർ വിരാമമിട്ടു. തൊട്ടുപിന്നാലെ ഇന്ത്യക്കാരുടെ നെഞ്ചിടിപ്പിക്കുന്ന 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം വെങ്കല പോരാട്ടവും. 22-കാരി മനു ഭാക്കറും 22-കാരൻ സർബ്ജോത് സിംഗും ചേർന്ന സഖ്യത്തിന് വെങ്കലത്തിളക്കം. 3 ദിവസത്തിനിടെ മനുവിന്റെ 2ാം വെങ്കല മെഡൽ. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനു ഭാക്കർ. 2012 ലണ്ടൻ ഒളിമ്പിക്സിനു ശേഷം ഷൂട്ടിംഗിൽ രാജ്യത്തിന്റെ ആദ്യ മെഡൽ എന്ന പ്രത്യേകതയും ഈ മെഡലിനുണ്ട്. സമസ്ത മേഖലകളിലും ഭാരതം മുന്നേറുകയാണ്. നമുക്ക് അഭിമാനിക്കാം. ഇതോടെ കായിക ഭാരതം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.